ഹായ് ഫ്രണ്ട്സ്, ഡൽഹി മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിൽ 6 ദിവസത്തേന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. മനീഷ് സിസോദിയ അറസ്റ്റിലായ അന്നു മുതൽ ഇത് ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു, പ്രത്യേകിച്ച് ഇലക്ഷന് മുമ്പ്. കാരണം BJP ഗെയിം പ്ലാനിൽ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരിക്കലും മനീഷ് സിസോദിയയോ കവിതയോ ഒന്നുമല്ല, കേജ്രിവാൾ തന്നെയാണ്. പക്ഷേ ഈ നാടകത്തിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് അഴിമതിക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ച് നിലവിൽ വന്ന AAP പാർട്ടിയുടെ സ്ഥാപകൻ തന്നെ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ വീണു എന്നുള്ളതാണ്. ഒരുപക്ഷെ അധികാരത്തിൽ ഇരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യ മുഖ്യമന്ത്രി ആയിരിക്കണം അദ്ദേഹം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. രണ്ടാം മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ പതനത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അന്നാ ഹസാരെയുടെ ലോക്പാൽ ബില്ലിന് വേണ്ടിയുള്ള സമരമായിരുന്നു. ഡൽഹി സ്തംഭിച്ചു, ഒരുപാട് ജനങ്ങൾ കൂടെ കൂടി, അവസാനം ഗവൺമെന്റ് വഴങ്ങി, ബില്ല് പാസ്സായി. അന്നാ ഹസാരെ മൂടും തേടി എണീറ്റ് പോയി. പക്ഷേ പ്രസ്ഥാനം അവിടെ തീർന്നില്ല. ആ പ്രസ്ഥാനത്തിന് ആൾക്കാരെ എല്ലാം കൂട്ടി ശ്രീ അരവിന്ദ് കെജ്രിവാൾ പുതിയൊരു പാർട്ടി തുടങ്ങി. ഒരു വിധത്തിൽ പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തെ കേജ്രിവാൾ ഹൈജാക്ക് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തുടങ്ങിയതാണ് ആം ആദ്മി പാർട്ടി. ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ അവരുടെ ചിഹ്നം ചൂല്. ആർക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ചൂല് ഒരു ചിഹ്നമാക്കി മാറ്റുക എന്ന് പറയാം. കാരണം ചൂല എന്ന് പറയുന്നത് ഒരു പ്ലസന്റ് ആയ ഒരു സിമ്പൽ അല്ല. പക്ഷേ അഴിമതി തുടച്ചു മാറ്റാൻ, അടിച്ചു നീക്കാൻ ഒക്കെ ആയിട്ട് അവർ ചൂല് ഉപയോഗിക്കുന്നു. അതിലുപരി സാധാരണക്കാരായിരുന്നു അതിൽ അംഗങ്ങൾ. അതുപോലെ വിദ്യാസമ്പന്നരും ഇന്റലക്ച്വൽസും എല്ലാം കൂടെ കൂടി. അതിലെല്ലാം ഉപരി മറ്റു പാർട്ടികളുമായി യാതൊരു അലയൻസിനും അവർ തയ്യാറായില്ല. ഇത്തവണ ആദ്യമായിട്ട് കോൺഗ്രസുമായി അലയൻസാണ്. കാരണം അറസ്റ്റിലാകുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു. ഇപ്പൊ പുറത്ത് സപ്പോർട്ടിന് ആരെങ്കിലും വേണ്ടേ? അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിയിൽ AAP ചേരാൻ കാരണം. ഏതാണെങ്കിലും ആദർശം എല്ലാം പോക്കറ്റിൽ വെച്ച് AAP നേതാക്കന്മാർ ഒന്നിനു പുറകെ ഒന്നായി ജയിലിലേക്ക് പോകുന്നു. പക്ഷെ ഇതിനകത്ത് വലിയൊരു കോമഡി ഉണ്ട്. ഇതേ കേസില് പ്രതിയായിരുന്ന ഇപ്പൊ മാപ്പുസാക്ഷിയായി മാറിയ ശരത് ചന്ദ്ര റെഡ്ഡി, അരവിന്ദ ഫാർമയുടെ ഉടമ, അദ്ദേഹം കൊടുത്ത് BJPക്ക് 30 കോടി സംഭാവന. എന്തേ അതിനെപ്പറ്റി അന്വേഷണമില്ല? അത് BJPക്ക് അല്ലേ അന്വേഷണം ഉണ്ടാവുകയില്ല. അവിടെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ കേസിൽ മാത്രമല്ല, എത്രയോ കേസുകളിൽ BJP നേതാക്കന്മാർ സംശയ നിഴലിലാണ്. NDA ഘടകകക്ഷികൾ പ്രത്യേകിച്ചും. മഹാരാഷ്ട്രയിൽ അജിത് പവാറിനെതിരെ 12,000 കോടിയുടെ അനധികൃത സ്വത്ത് സമ്മാന കേസുണ്ട്. ഉപമുഖ്യമന്ത്രിയാണ്. ഒരു അന്വേഷണവുമില്ല. NDAയിൽ കൂടെ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ BJP മുന്നണി ചേരുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു. അവിടെയാണ് പ്രശ്നം. പ്രതിപക്ഷ നേതാക്കന്മാരെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു. BJP നേതാക്കന്മാർ അധികാരത്തിന്റെ സംരക്ഷണ വലയത്തിലാണ്, അവർക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. അഴിമതി ചെയ്തതാണെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണ വിധേയമാക്കണം, സത്യം പുറത്ത് കൊണ്ടുവരികയും വേണം, അർഹമായ ശിക്ഷ നൽകുകയും വേണം. പക്ഷേ അത് എല്ലാവർക്കും ബാധകമാകണം. എല്ലാവരും ഉപരി 2024 ഏറ്റവും വലിയ അഴിമതി എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണ്. അതിൽ BJP മാത്രമല്ല, കോൺഗ്രസും എല്ലാം പങ്കാളികളാണ്. ഒന്നും വേണ്ട, സാന്റിയാഗോ മാർട്ടിൻ, നമ്മുടെ ലോട്ടറി രാജാവ്, സിക്കിം ലോട്ടറി, ഭൂട്ടാൻ ലോട്ടറി 1368 കോടിയാണ് കൊടുത്തത് പല പാർട്ടികൾക്കായിട്ട്. DMKക്ക് കൊടുത്തു, മമതാ ബാനർജിക്ക് കൊടുത്തു. ഒരു 10 കോടി ഇങ്ങോട്ടും പോകുന്നതാണ് ആരോപണം. എനിക്ക് അറിഞ്ഞുകൂടാ കേരളത്തിലേക്ക് CPM-ന്. എൻ്റെ തെളിവൊന്നുമില്ല. ഏതാണെങ്കിലും ഇവരൊക്കെ വലിയ കോടികൾ മുടക്കുന്ന എന്തിനു വേണ്ടിയാ? പുണ്യം കിട്ടാനാ? അല്ല. മുമ്പൊക്കെ കള്ളപ്പണ അഴിമതിയാണ്, ഇപ്പൊ വെള്ളപ്പണ അഴിമതിയാ. കാരണം SBIയിലേക്ക് ചെന്നിട്ട് 10 കോടിയുടെ 100 കോടിയുടെ ബോണ്ട് എടുക്കുമ്പോൾ ആ സോഴ്സ് അന്വേഷിക്കുന്നില്ല, ആളിന്റെ പേര് പോലും വെളിപ്പെടുത്തുന്നില്ല. കോടതി ഇടപെട്ടുകൊണ്ട് മാത്രം വെളിപ്പെടുത്തപ്പെട്ടതാണ്. അങ്ങനെ അവരാ കോടികളുടെ ബോണ്ട് മേടിച്ച് ഓരോരുത്തർ കൊടുക്കുകയാണ് കാര്യസാധ്യതയ്ക്ക് വേണ്ടി. അത് തന്നെ അഴിമതി എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രധാന പാർട്ടികളെല്ലാം അഴിമതിയുടെ നിഴലിലാണ്. അന്വേഷിക്കുകയാണെങ്കിൽ എല്ലാവർക്കും വരെ അന്വേഷണം നടത്തേണ്ടതാണ്. അപ്പോൾ ഒരുപക്ഷെ ആ വിരലിൽ ചൂണ്ടപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേരെ ആയിരിക്കാം. കാരണം അദ്ദേഹത്തിന്റെ മൗനാനുഭവത്തോടു കൂടി തന്നെയാണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതി നടന്നിട്ടുള്ളത്. എവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഇതാണ് രാഷ്ട്രീയം. ഇതാണ് രാഷ്ട്രീയം.